ധന്യമാക്കാനും മനോഹരമാക്കാനും എത്തിച്ചേർന്ന ശ്രീ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ, പ്രിയങ്കരനായ ശ്രീ മോഹൻലാൽ, പ്രിയപ്പെട്ട അംബ്രോസ് പിതാവ്, പ്രിയങ്കരനായ ശ്രീ ധനപാലൻ, എന്നും പറവൂരിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്നോടൊപ്പം എപ്പോഴും മുൻപന്തിയിൽ നിന്നിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ എസ് ശർമ്മ, ശ്രീ സലീം കുമാർ, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമ്പോൾ എല്ലാ കാലത്തും 4 നൂറ്റാണ്ട് കാലമായി എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൊച്ചനുജന്മാർ ശ്രീ ഹൈബി ഈലൻ, ശ്രീ മുഹമ്മദ് ഷിയാൻ, പ്രിയപ്പെട്ട കുറുപ്പടക്കം ശ്രീമതി സിന്ധു നാരായണൻകുട്ടി അടക്കമുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ, സ്വപ്നത്തിൻ്റെ, പ്രാർത്ഥനയുടെ തേരിലേറിയാണ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു. രാഷ്ട്രീയം മറന്ന്, ജാതിമത പരിഗണനകൾ മറന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി വഴിപാടുകൾ നേടുന്ന, പള്ളികളിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, എല്ലാ പ്രാർത്ഥനകളിലും പങ്കാളികളായ പതിനായിരങ്ങൾ, ഒരുപക്ഷെ എനിക്ക് വോട്ട് ചെയ്യാത്തവർ പോലും ഞാൻ ഈ സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ചോർത്ത് നിങ്ങൾ ഒരിക്കലും അപമാനഭാരത്താൽ തല കുനിച്ച് നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാക്കില്ല. ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് അത് ആവർത്തിക്കുന്നു. ഒരു പറവൂരുകാരനും അപമാനഭാരത്താൽ തല കുനിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്യില്ല. കേരളത്തിൽ ബഹുമാന്യനായ ശ്രീ മോഹൻലാൽ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഓരോ വരികളും ശ്രദ്ധിക്കുകയാണ്. അത് കേരളത്തിലെ മലയാളികളുടെ മുഴുവൻ പ്രതീകമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതൊരു സ്വപ്നമാണ്. അത് കേരളത്തെ കുറിച്ചുള്ള സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ, അർപ്പണബോധത്തിന്റെ മണിക്കൂറുകളും നിമിഷങ്ങളുമായിരിക്കും ഇനി വരാനിരിക്കുന്നത്. നിങ്ങളുടെ ജനപ്രതിനിധി അധികാരത്തിന്റെ പത്രാസിന്റെ പുറകെ പോകില്ല. പാവപ്പെട്ടവനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. ഓരോ നടപടികളും പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിരിക്കും. നമ്മുടെ കേരളം മനോഹരമാണ്. ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അതിനെ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നായിരിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. നമ്മുടെ ഈ മനോഹരമായ അറബിക്കടൽ, ഞാൻ പറഞ്ഞു നേരത്തെ, അദ്ദേഹം സിംഗപ്പൂരിനെ കുറിച്ചാണ് പറഞ്ഞത്. സിംഗപ്പൂരിന്റെ പ്രത്യേകത എന്താ? അതൊരു തുറമുഖ നഗരമാണ്. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നീക്കുന്നത്. 2 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങളും, ഒരു കണ്ടെയ്നർ ടെർമിനലും, 17 മിനി പോർട്ടുകളും, 600 കിലോമീറ്റർ അറബിക്കടലുമുള്ള ഈ കേരളത്തെ നമ്മളൊരു തുറമുഖ നഗരമാക്കി മാറ്റും. തുടങ്ങും ഇപ്പോൾ തന്നെ. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും. ഒരു വരിയുണ്ട്, ഞാൻ പണ്ട് അസംബ്ലി പറഞ്ഞിട്ടുണ്ട്. ഭരണകൂടങ്ങൾ നികുതി പിരിക്കുന്നത് പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആയിരിക്കണം. പൂ അറിയണം, പൂ പോലും അറിയാതെ, ജനങ്ങളെ ദ്രോഹിക്കാതെ, ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മെച്ചപ്പെടുത്തും. നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയൊരു പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചു. മുതിർന്ന പൗരന്മാർക്ക്
ഇന്ത്യയിൽ ഏറ്റവും പരിഷ്കൃത സമൂഹമാക്കി മുതിർന്നവരെ ആദരിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, കുഞ്ഞുങ്ങളെ പോലെ ശ്രദ്ധിക്കുന്നവരാಗಿ ഞങ്ങളെ മാറ്റി. ഒരു സംശയവും വേണ്ട. വരാനിരിക്കുന്ന തലമുറകൾക്ക് പ്രതീക്ഷകൾ നൽകുന്ന, സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കേരളം നമുക്കുണ്ടാക്കണം. ഒറ്റയ്ക്ക് കഴിയില്ല. ഒന്നിന് നമുക്ക് ടീമാവണം, ഒരു ടീം ബിൽഡ് ചെയ്യണം. കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്റെ ഒരു കേരളമുണ്ട്. ജാതിമത ചിന്തകളില്ലാതെ എല്ലാവരും സാഹോദര്യത്തോടു കൂടി നിൽക്കുന്ന കേരളം. ഈ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, എന്റെ കേരളം, നമ്മുടെ കേരളം മതേതര കേരളമാണ്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഈ യാത്രയിൽ കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി കണ്ണിമ എന്നോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം എനിക്ക് കോരി തന്നിട്ടുള്ള, വാരിക്കോരി തന്നിട്ടുള്ള ജനതയാണ് നിങ്ങൾ. ആ നിങ്ങൾ, ഞാൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളെയാണ്, നിങ്ങളെ മാത്രമാണ് എന്ന് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് ഈ നാടിനെയും നിങ്ങളെയും മറക്കില്ല, മറക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനം എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ഒന്നാക്കി മാറ്റിയ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.